ഇന്ന് നമുക്ക് കുബൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചില അറബിക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ നല്ല ചൂടുള്ള സോഫ്റ്റ് കുബൂസ് നമുക്ക് കൊണ്ടുത്തരും. ആ ഒരു ടേസ്റ്റുള്ള കുബൂസ് നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതേ ഒരു ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുബൂസ് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. ചൂട് ഒരുപാട് കൂടരുത്, ചെറിയൊരു ചൂടുള്ള വെള്ളം മതി. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പഞ്ചസാരയും ഈസ്റ്റും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു കുബൂസ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർക്കുക. അഥവാ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ മാത്രം ചേർക്കരുത്, വേറെ ഏതെങ്കിലും ഓയിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മൈദയും ഗോതമ്പ് പൊടിയും ഓയിലെല്ലാം നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഈസ്റ്റ് കൈകൊണ്ട് നന്നായിട്ട് പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഈസ്റ്റും പൊടിയും നന്നായിട്ട് കുഴച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇതിനെ കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം നമ്മളിതൊരു കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നതിനേക്കാൾ കുറച്ചധികം ഇത് കുഴച്ചെടുക്കണം. കാരണം നമുക്ക് ചപ്പാത്തി മാവിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു കുഴച്ചെടുത്ത മാവിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് പരത്തിയെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പ്രസ് ചെയ്ത് ഇതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ചെറുതായി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഏത് വലുപ്പത്തിലുള്ള കുബൂസാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ബോൾ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ പൊറോട്ടക്കെല്ലാം ബോൾസ് തയ്യാറാക്കുന്നത് പോലെ ബോൾസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബോൾ നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ബോൾ നമ്മളൊരു തുണി വെച്ച് കവർ ചെയ്യണം. നമ്മൾ ഈ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബോൾ തയ്യാറാക്കുന്ന സമയത്തും തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മുഴുവൻ ബോൾസും തയ്യാറാക്കിയതിന് ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാം. നമുക്കിതിന് ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്നത് പോലെ ആവശ്യത്തിന് പൊടി ചേർത്ത് പരത്തിയെടുക്കാം. പക്ഷേ ചപ്പാത്തിയേക്കാൾ കുറച്ചൊരു തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം മൈദപ്പൊടിയിൽ മാത്രമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം പൊടി ചേർത്ത് പരത്തിയെടുക്കേണ്ടി വരും. കാരണം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി കൂടി ചേർത്തത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. അപ്പം ആവശ്യത്തിന് പൊടി ചേർത്ത് കുറച്ചൊരു കണത്തിൽ ഞാൻ ഈ ഒരു മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിൽ നിന്നല്ല, ഒരു ചെറിയ കുബൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഞാനിവിടെ കുബൂസ് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊടി തട്ടിയതിന് ശേഷം ഒരു തുണി വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കുബൂസ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിനെ ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ കുബൂസും പരത്തിയെടുക്കുമ്പോൾ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുബൂസ് ഡ്രൈ ആയി പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം.
ഇങ്ങനെ മുഴുവൻ മാവും നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്ത ഈ ഒരു മാവ് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. അതിനുശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുബൂസ് ചുട്ടെടുക്കാം. ആദ്യം പാൻ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു പാനിലേക്ക് കുബൂസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കുബൂസ് ഒന്ന് ചൂടായി ചെറുതായി ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിടാം. അതിനുശേഷം ഈ ഒരു കുബൂസ് നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ നമ്മൾ 2-3 തവണ തിരിച്ചും മറിച്ചും ഇതിനെ ചുട്ടെടുക്കാം. നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ കുബൂസും ചുട്ടെടുക്കാം. ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഓരോ കുബൂസും ഞാൻ തുണിയിൽ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഓരോ കുബൂസ് ചുട്ടെടുക്കുന്ന സമയത്തും ഈ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് മുഴുവൻ കുബൂസും ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കുബൂസ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.